you all are happy and safe at home. Had you have your breakfast today? Children, what we have learned in the last classes? We have learned about the plants and their uses. The plants and their uses. Today we are going to learn about a new topic, that is water. Our earth is made up of land and water. ടീച്ചർ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വെള്ളത്തെ പറ്റിയാണ്. വെള്ളം എന്നതിനെ കുറിച്ചാണ്. നമ്മൾ വെള്ളം എവിടെ നിന്ന് കിട്ടുന്നു, എന്തിനു ഉപയോഗിക്കുന്നു, അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണ്, എവിടെ നിന്നൊക്കെ കിട്ടും, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് കുറേ ഭാഗം കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ കരഭാഗവും കുറച്ച് ഭാഗം വെള്ളമാണ്. നിങ്ങൾക്കറിയാലോ, കടലും കരയും അത് അറിയാലോ. Do you know where do we get water from? We get water from rain, rivers, ponds, tube wells and wells. Once again, we get water from rain, rivers, ponds, tube wells and wells. Do you know what are the uses of water? എന്തിനൊക്കെയാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്തിനാണ് വെള്ളം ഉപയോഗിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. We use water to drink, for washing clothes, for watering plants, for cleaning our floors, cleaning our vehicles. We use water for bathing, for cooking, etc. Once again, we use water to drink, for washing clothes, for washing our vehicles, for watering plants, for cleaning our floors, for bathing and for cooking. Okay, now we move on to the textbook. Please take the page number 86. Our earth. Color the water blue and land green. Color the water blue and land green. WATER, water. WATER, water. You color the water blue here and here, and land green. What is the spelling of land? LAND, land. You color the land green. Okay, നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് കുറേ ഭാഗം കല്ലും മണലും ഒക്കെ നിറഞ്ഞ കരഭാഗമാണ്. നമ്മൾ വീടൊക്കെ വെച്ച് താമസിക്കുന്ന കരഭാഗം. ബാക്കി ഭാഗം വെള്ളമാണ്. കടലും കായലും നദികളും ഒക്കെയുള്ള വെള്ളമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂമിയുടെ ഒരു രൂപം. അപ്പോൾ നമ്മൾ വാട്ടർ ഉള്ള ഭാഗത്തിന് ബ്ലൂ കളർ കൊടുക്കണം, നീല നിറം കളർ ചെയ്യണം. കണ്ടോ? എന്താണ് സ്പെല്ലിംഗ്? WATER, വാട്ടർ. വാട്ടർ എന്നെഴുതിയ ഈ ഭാഗത്തിനും താഴെയുള്ള ഈ ഭാഗത്തിനും നമ്മൾ എന്ത് ചെയ്യണം? നീല നിറം കൊടുക്കണം. ലാൻഡ്, LAND, ലാൻഡ്, കര എന്നുള്ള അർത്ഥത്തിലുള്ള ഈ ലാൻഡ് എന്ന എഴുതിയ ഭാഗങ്ങൾക്ക് നിങ്ങൾ പച്ച നിറവും കൊടുക്കണം. ട്രേസ് ആൻഡ് കോപ്പി. ദ എർത്ത് ഹാസ് ലാൻഡ് ആൻഡ് വാട്ടർ. ഭൂമി എന്ന് പറയുന്നത് കുറേ ഭാഗം കരയും വെള്ളവും ചേർന്നതാണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോട്ടുകളിലൂടെ എഴുതിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ പുറത്തുകൂടെ ആദ്യം എഴുതി നീറ്റായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ താഴെ ആ സെൻറ്റൻസ് ആവർത്തിച്ച് എഴുതുകയും വേണം. ലെറ്റ് സ്റ്റാർട്ട്. THE, the earth. EARTH, earth. HEARTH,
A S, has, land, L-A-N-D, land, A-N-D, and water, W-A-T-E-R, water. The earth has land and water. You write the next line also. T-H-E, the E-A-R-T-H, earth, has, H-A-S, has, L-A-N-D, land, A-N-D, and water, W-A-T-E-R, water. Full stop. Water. We get water from wells, rivers, rainfall. We get water from wells, rivers, rainfall. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് വെള്ളം കിട്ടുന്നത്? കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടും, നദികളിൽ നിന്ന് വെള്ളം കിട്ടും, മഴയത്തും വെള്ളം കിട്ടും. മഴയിൽ നിന്ന് അല്ലേ? എവിടെ നിന്ന് കിട്ടും? വെൽസ്, റിവേഴ്സ്, റെയിൻഫോൾ. വെൽസ്, റിവേഴ്സ്, റെയിൻഫോൾ. We get water from wells. We get water from wells, rivers, rainfall. We need water to drink, bath, wash, growing plants and crops. We need water to drink, bath, wash, grow plants and crops. നമുക്ക് എന്തിനൊക്കെയാണ് വെള്ളം ആവശ്യമുള്ളത്? കുടിക്കുന്നതിന് വെള്ളം വേണം, കുളിക്കുന്നതിന് വെള്ളം വേണം, വാഷ് ചെയ്യുന്നതിന് വെള്ളം വേണം, തുണികളൊക്കെ വാഷ് ചെയ്യുന്നതിന് വെള്ളം വേണം, ചെടികളും മറ്റ് ധാന്യങ്ങളും നട്ടുപിടിപ്പിച്ച് അത് മുളയ്ക്കണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ? ചെടികൾക്കും മറ്റ് നമ്മുടെ കൃഷിക്കുമൊക്കെ നമുക്ക് വെള്ളം ആവശ്യമാണ്. വി നീഡ് വാട്ടർ ടു ഡ്രിങ്ക്, ബാത്ത്, വാഷ്, grow plants and crops. Water, water. Tick the activities for which we need water. നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വെള്ളം വേണം എന്നതിനെ ടിക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Write. We no need water to write, so don't tick it. Sing. Here also we no need water to sing, so don't tick it. Sail. Here we need water to sail the boat. So please put a tick mark in the box given near the word sail. Bath. We need water for bathing. So please put a tick mark in the box given near the word bath. Play. We no need water to play, so don't tick it. Wash hands. Wash hands. We need water for washing our hands, so please put a tick mark in the box given near the word wash hands. Okay. Run. We no need water to run. We no need water to run, so don't tick it. Drink. We need water for drinking. We need water for drinking, so please put a tick mark in the box given near the word drink. Talk. We no need water to talk. We no need water to talk, so please don't tick it. Store water. Tick the things that can be used for storing water. First one is a fan. Can we store water in the fan? No, we cannot store water in the fan, so don't tick it. We use fan for air. We use fan for air, not for storing water. Second one is a gas stove. Second one is a gas stove. The gas stove is used for cooking food.
The gas stove is used for cooking food, not for storing water. So don't tick it. Third one is a pot. Third one is a pot. It is used for storing water. So put a tick mark here. Next one is a bucket. Next one is a bucket. It is also used for storing water. So please put a tick mark here. Next is a cupboard. We keep our dress inside the cupboard, not for storing water. So please don't tick it. Next is a bottle. It is used for storing water. So put a tick mark here. Look at the next picture. It is a water tank. It is a water tank. It is also used for storing water. So put a tick mark here. The last one is a refrigerator. The last one is a refrigerator. It is also used for storing water and food items. So please put a tick mark in the box given near the picture. കണ്ടോ, ഈ പേജിൽ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ. ഇതിൽ ഏതിലൊക്കെ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഈ കുടത്തിൽ വെള്ളം സ്റ്റോർ ചെയ്യും, ബക്കറ്റിൽ സ്റ്റോർ ചെയ്യും, ഈ ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും, ഈ ബോട്ടിലിൽ വെള്ളം സൂക്ഷിച്ച് വെക്കും, പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ ചെറിയ തോതിലൊക്കെ വെള്ളവും ഫുഡിൻ്റെ കൂടെ വെക്കും അല്ലേ. അപ്പോൾ കുടം, ബക്കറ്റ്, ബോട്ടിൽ, റെഫ്രിജറേറ്റർ അതായത് ഫ്രിഡ്ജ്, ടാങ്ക്, വാട്ടർ ടാങ്ക്, ഇത്രയും ടിക്ക് ചെയ്യണം. അലമാര നമ്മൾ നമ്മുടെ വസ്ത്രങ്ങളും മറ്റും സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് വെള്ളം വയ്ക്കാറില്ല. ഫാന് നമ്മൾ കാറ്റ് കൊള്ളുന്നതിന് വേണ്ടി, നമുക്ക് ചൂടൊക്കെ അനുഭവപ്പെടുമ്പോൾ കാറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാൻ യൂസ് ചെയ്യുന്നത്. ഈ ഗ്യാസ് സ്റ്റവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആഹാരം പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്നത്, അല്ലാതെ വെള്ളം സ്റ്റോർ ചെയ്യാനല്ല. അതുകൊണ്ട് ഫാനും ഗ്യാസ് സ്റ്റവും അലമാരയും ടിക്ക് ചെയ്യണ്ട കേട്ടോ. സേവ് വാട്ടർ. ടിക്ക് ദ പിക്ചേഴ്സ് ദാറ്റ് ഷോ വാട്ടർ ബീയിങ് വേസ്റ്റഡ്. Look at the first picture. The girl is washing her bicycle. She is wasting more water. So put a tick mark in the box given near the picture. Look at the second picture. Water is overflowing from the bucket. Water is overflowing from the bucket. The girl is closing the tap. She is not wasting the water. So don't tick it. Look at the next picture. The boy is watering the plants. The boy is watering the plants. He is not wasting water. So don't tick it. Look at the next picture. The boy is washing the car. He is wasting water here. He is wasting water. So please put a tick mark in the box given near the picture. Look at the next picture. Water is overflowing from the bucket. The girl is not closing the tap. She is wasting the water. So please put a tick mark in the box given near the picture. Look at the next picture. The man is washing his clothes. The man is washing his clothes. He is not wasting the water. So don't tick it. The girl is brushing her teeth. Not wasting water. So don't tick it. നിങ്ങൾക്ക് വല്ലത് മനസ്സിലായോ? ദേ ഈ കുട്ടി അവളുടെ സൈക്കിൾ കഴുകുകയാണല്ലേ. നമ്മൾ സൈക്കിളൊക്കെ കഴുകുമ്പോൾ എന്ത് ചെയ്യണം? ബക്കറ്റിൽ കുറച്ച് വെള്ളം പിടിച്ചു വെച്ച് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കണം. പക്ഷേ ഈ കുട്ടി ടാപ്പൊക്കെ തുറന്നു വെച്ച് ഓസ് വെച്ച് അങ്ങ് അടിച്ച് കളയുവാണല്ലേ. ഇത് നല്ല കാര്യമാണോ? അല്ല. അപ്പോൾ ഇത് ടിക്ക് ചെയ്യണം. ഇവിടെ നോക്കിയേ, ബക്കറ്റിൽ വെള്ളം പിടിക്കുക അല്ലേ. ബക്കറ്റ് നിറഞ്ഞപ്പോൾ കുട്ടി ഉടനെ തന്നെ അത് അടയ്ക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഇതിവിടെ ടിക്ക് ചെയ്യണ്ട. ഈ ബോയ് എന്താ ചെയ്യുന്നത്? ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നു അല്ലേ. ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നു, കുറേശ്ശെ വെള്ളം നനയ്ക്കുക, അത് കുഴപ്പമില്ല, കൃഷിക്ക് വെള്ളം ആവശ്യമാണ്, അതും ടിക്ക് ചെയ്യണ്ട. ഇവിടെയോ ഈ കുട്ടി കാറ് കഴുകുന്നല്ലേ. കാറ് കഴുകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ബക്കറ്റിൽ വെള്ളം പിടിച്ചു വെച്ച് കുറേശ്ശെ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? ഓസ് വെച്ച് അടിച്ച് വെള്ളം ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയുകയാണല്ലേ. അപ്പോൾ ഇതും ടിക്ക് ചെയ്യണം. ഇത് കണ്ടോ, ബക്കറ്റ് നിറഞ്ഞ് കളയുക. എന്നിട്ടും കുട്ടി ടാപ്പ് ക്ലോസ് ചെയ്തോ? ഇല്ല, അത് തുറന്ന് വെച്ചിട്ട് അങ്ങ് പോവാണല്ലേ. അപ്പോൾ ഇതും ടിക്ക് ചെയ്യണം.
ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അയാളുടെ വസ്ത്രങ്ങൾ കഴുകുകയാണ് അല്ലേ? കുറേശ്ശെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് കുറേശ്ശെ കപ്പ് കൊണ്ട് ഒഴിച്ചാണ് തുണി കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വേസ്റ്റ് ചെയ്യുന്നതാണോ വെള്ളം? അല്ല. ഇവിടെയും ടിക്ക് ചെയ്യണ്ട. കണ്ടോ, കുട്ടി പല്ല് തേക്കാൻ പോവുക. പല്ല് തേച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുത്ത് വാ കഴിയാൽ മതി അല്ലേ? ഈ കുട്ടി പൈപ്പ് തുറന്ന് വിട്ടിട്ടുണ്ടോ? ഇല്ല, ടാപ്പ് തുറന്ന് വിട്ടിട്ടില്ല. അപ്പോൾ ഇതും വെള്ളം വേസ്റ്റ് ചെയ്യുന്നത് അല്ല. അപ്പോൾ ഇതിലെന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? ആവശ്യമില്ലാതെ വെള്ളം വേസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ഏതൊക്കെയാണോ അതാണ് ടിക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? വാച്ച് ദ വീഡിയോ 3 or 4 times. Study well and stay safe. Have a nice day. Bye. Thank you.